ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം നെടുമങ്ങാട് ടൗണിലാണ്. ടൗൺ എന്ന് പറഞ്ഞാൽ ടൗണിൽ പ്രോപ്പർ ജംഗ്ഷനിലായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ആയിട്ട് നമുക്കൊരു കടമുറിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇന്നിവിടെ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ നമ്മൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റിന് 1 കോടി രൂപ കൊടുത്താലും ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് സ്ഥലം വാങ്ങാൻ കിട്ടാനില്ല. നമുക്കൊരു 1500 സ്ക്വയർ ഫീറ്റ് കമേഴ്സ്യൽ കെട്ടണം, വാടകയ്ക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. പ്രോപ്പർട്ടി ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം. ദേ കാണുന്ന നെടുമങ്ങാട് പ്രോപ്പർ ജംഗ്ഷനാണ്. അവിടുന്ന് കുറച്ചൊന്ന് വരുമ്പോൾ തന്നെ ഇടതുവശത്തായിട്ട് ഈ കാണുന്ന ഏഷ്യൻ ഫുട്വെയറിൻ്റെ മേളിൽ കാണുന്ന പ്രോപ്പർട്ടിയാണ് നമുക്ക് വാടകയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കിയുള്ള ദൃശ്യം കാണാം. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ശരിക്കും ഇവിടെ സെൻറ്റിന് 1 കോടി രൂപ കൊടുത്താലും കിട്ടാനില്ല എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു തള്ളല്ല കേട്ടോ. ഈ ചുറ്റുവട്ടത്തുള്ള റീസെൻ്റായിട്ട് നടന്ന സെയിൽസ് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. അത്യാവശ്യം നല്ല ഹെവി പ്രൈസിങ്ങിലാണ് പോകുന്നത്. അത് കൊടുത്താൽ തന്നെ സ്ഥലം കിട്ടാനില്ല. ഇതാണ് നമ്മുടെ സ്പേസ്. ടോട്ടലായിട്ട് 1500 സ്ക്വയർ ഫീറ്റ് ഇതുപോലെ നീളം വാക്കിന് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ്. നമുക്കിതിനകത്ത് എന്ത് തരം ആക്ടിവിറ്റിയും ചെയ്യാം. ഒരു ബൊട്ടീക്കോ തുണിക്കടയോ എന്ത് തന്നെയും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ്. ഇപ്പോൾ തൊട്ടടുത്തുള്ളൊരു ഫാൻസി സ്റ്റോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെർ ഡേ 3000-4000 രൂപ റെൻറ്റ് കൊടുത്തിട്ടാണ് ഓരോ കടകൾ റൺ ചെയ്യുന്നത്. എങ്ങനെയാ വെച്ചാൽ അത്രയധികം ബിസിനസ് അവർക്ക് കിട്ടുന്നതുകൊണ്ടാണ് ഇത്രയും റെൻറ്റ് കൊടുക്കുന്നത് കേട്ടോ. പക്ഷേ നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് അത്രയും നിങ്ങൾ കൊടുക്കണ്ട. അതിനെക്കാട്ടും നല്ലൊരു വിലക്കുറവാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നിങ്ങളുടെ ബിസിനസ് എന്താണോ ആ കാര്യം അവരോട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിനെ വാടകയ്ക്ക് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ മുൻവശത്തുള്ള ഗ്ലാസ് ഉടമ തന്നെ ഇട്ട് തരുന്നുണ്ടാവും. അതുപോലെ അകത്തുള്ള ടൈൽസ് എല്ലാം അവർ തന്നെ ഇട്ട് നീറ്റാക്കി തരും. നമുക്ക് അങ്ങേ അറ്റത്തായിട്ട് ടോയ്ലറ്റ് സൗകര്യമുണ്ട്. പിൻവശത്തൂടെ ഒരു എൻട്രൻസും ഉണ്ട്. അതായത് ബാക്കിലായിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് വേറൊരു റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. പക്ഷേ അതിലേക്ക് വരേണ്ടത് വേറൊരു വഴിയാണ്. അവിടെ നമുക്ക് പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ വഴിയെ വന്ന് നമുക്ക് അവിടെ പാർക്ക് ചെയ്ത് അതുവഴി കയറി വരാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഉടമയ്ക്കും അല്ലെങ്കിൽ എംപ്ലോയീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സൈഡിൽ നമുക്ക് പാർക്കിംഗ് ഒരുക്കാൻ സാധിക്കും. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലാക്കാവുന്നതാണ്.